ഇങ്ങനെ പൈസയുടെ കേസ് പറഞ്ഞായിരുന്നു, ബ്ലേഡിന് പൈസ മേടിച്ച കേസൊക്കെ പറഞ്ഞായിരുന്നു. 10% അത് പറഞ്ഞായിരുന്നു. ഇല്ല പലിശ മുതലൊക്കെ കൊടുത്ത് തീർത്തായിരുന്നു. ഞങ്ങപ്പോൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ വന്ന് ഞങ്ങളെ മക്കളെയൊക്കെ ശല്യം ചെയ്യും, ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഞായറാഴ്ച ഞാനില്ലാത്ത നേരത്ത് ഒരു 5 മണിക്ക് ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്ന് ഭയങ്കര ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ തിങ്കളാഴ്ച പോയി SP ഓഫീസിൽ പോയി ഒരു പെറ്റീഷൻ കൊടുത്ത്. അതിനുശേഷം അവർ ഞങ്ങളോട് പറവൂർ വരാൻ പറഞ്ഞ് പറവൂർ ചെന്ന് 2 കൂട്ടരെയും വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ആദ്യം ഞങ്ങളെ മൊഴി എടുത്ത് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ ഭാര്യയാണ് പറഞ്ഞത് 5 ലക്ഷം വെച്ച് 2 പ്രാവശ്യം 10 ലക്ഷം. അപ്പോൾ അവർ പോലീസുകാർ ചോദിക്കണ്ടായി എന്തിനു മേടിച്ച് എന്തിനാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതുപോലെ ഉണ്ടായി. അതിനുശേഷം അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയണ്ടായിരുന്നു 24 ലക്ഷം രൂപയായിട്ട് കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനിയും അപ്പോൾ അത് ഒരു പൊരുത്തക്കേടുണ്ടെന്ന് അവർ പറയണ്ടായിരുന്നു പോലീസുകാർ. പിന്നെ ഞങ്ങളോട് ഔത്തേറ്റില്ല. അവിടെ ഒറ്റക്കിരുത്തി ഞാൻ സംസാരിച്ചു, ഭാര്യന് മറ്റേ അവരെയൊക്കെ. പിന്നെ പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവർ ഇങ്ങനെ കുറേ ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. പുറത്തെന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് പറഞ്ഞായിരുന്നു അവർ. പോലീസ് നേരത്തെ ഒന്നും പറഞ്ഞില്ല. അവർ ആദ്യം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു അരമണിക്കൂർ അവിടെ ഇരുത്തിയതിന് ശേഷമാണ് ഞങ്ങളെ വിട്ടത്. അപ്പോൾ അവരിവിടെ ആദ്യം ഇവിടെ വന്നുകൊണ്ട് എൻ്റെ മകൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. മകനെ കുറേ ചീത്ത പറയുന്നുണ്ടായിരുന്നു. കുറേ ചീത്തയൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യയുടെ അമ്മയും ഉണ്ടായിരുന്നു. അവരെ എന്തൊക്കെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. അത് മകനപ്പം തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പോലീസിനെ കാണിച്ചില്ല. ഇന്നലെയുള്ള നാളെ രാത്രി. അപ്പോൾ പോലീസിൽ അവൻ 112 വിളിച്ചു പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞ് അന്ന് ഒരു 8-9 മണിയായിട്ടുണ്ടാവും. കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ പോലീസുകാരൻ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ പോകാമെന്ന് വെച്ചപ്പോൾ അവന് ജോലി കയറിയിട്ട് അധികം നാളായിട്ടില്ല. അതിൻ്റെ പേരിൽ ഇന്നലെ അവന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് കയറുന്നു. അപ്പോൾ ജോലിക്ക് പോയി. ഇന്ന് ചിലപ്പോൾ ഒരു വക്കീലായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായിട്ട് ഞങ്ങൾ ആ വക്കീലായിട്ട് സംസാരിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് അറിയണത്.